ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷഹനാസ് മാജിക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത് ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ അന്നത്തെ വീഡിയോയും ഉണ്ട്, പിന്നെ അതിൻ്റെ മുന്നത്തെ ഒരു ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ അടുത്ത് പാർക്ക് പോയ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്. അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനും കാര്യങ്ങളും പിന്നെ ജിമ്മിന് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തെ എക്യുപ്മെൻസും പിന്നെ ഫുട്ബോൾ പിന്നെ നമുക്ക് നടക്കാനുള്ള ഏരിയ ഒക്കെ കാര്യമായിട്ട് തന്നെ ഉള്ള ഒരു പാർക്കാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഫ്ലാറ്റിലായിരുന്നു കേട്ടോ. അപ്പം ഞാനും കാക്കയും ഡെയിലി ഇവിടെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നടക്കാനും എക്സസൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെ വരാറുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു പാർക്കാണ്. പിന്നെ ഇവിടെ വീക്കെൻഡ് ആകുമ്പോൾ നല്ല തിരക്കും ഉണ്ടാവാറുണ്ട്. എന്താ വെച്ചാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല രസമായിട്ട് കളിക്കുക. അപ്പോൾ പിന്നെ ഇവിടെ പല നാട്ടിലുള്ള ആൾക്കാരും പിന്നെ ഈവനിങ് ഒക്കെ ആകുമ്പോൾ വീക്കെൻഡ് ഈവനിങ് ഒക്കെ ആകുമ്പോൾ കളിക്കാനായിട്ട് കുട്ടികളെയും കൊണ്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ നമ്മളെ കയ്യിൽ കുട്ടികളില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ആ ഏരിയയിലേക്ക് വല്ലാതെ പോവാറുണ്ടായിരുന്നില്ല. ഒരുപാട് ലേറ്റൊക്കെ ആയി ഞാൻ പോകുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ഊഞ്ഞാലിലൊന്നും ഇല്ലെങ്കിൽ ഊഞ്ഞാലൊക്കെ ഇരുന്ന് ആടാറുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കുഞ്ഞു കുട്ടികൾക്കുള്ള സാധനങ്ങളാട്ടോ, ഇവരെ പ്രായത്തിലുള്ളവർക്കുള്ള തന്നെയാണ്. പിന്നെ സെക്യൂരിറ്റി കണ്ടാൽ ചിലപ്പോൾ നമ്മൾ ഊഞ്ഞാലിന് അടക്കം കണ്ടാൽ ചീത്ത അറിയും. ഏതായാലും ഇപ്രാവശ്യം ഞാൻ പിന്നെ അങ്ങനത്തെ സാഹസത്തിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളെ കളിപ്പിക്കാൻ തന്നെ ഉണ്ട്, കുട്ടികളെ രണ്ടാളെയും നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അവർ അതിന്മേലൊക്കെ കുറച്ച് നേരം കളിച്ചതിന് ശേഷം പിന്നെ ഇതൊക്കെ അതിൻ്റെ ഉള്ളിലേക്കുള്ള വേറൊരു ഏരിയ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഇപ്പുറത്തേക്കാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പിന്നെ ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് ഇങ്ങനെ സൈക്ലിങ്ങും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊന്ന് അതിനെന്തോ ഫീ ഉണ്ട് കേട്ടോ, നമുക്ക് വേണമെന്ന് വെച്ചാൽ. അപ്പോൾ അതൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ പായൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കുക വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പായൊക്കെ വിരിച്ച് നമുക്ക് പറ്റിയൊരു ആൾ കുറഞ്ഞ ഏരിയയിലേക്ക് പോയിട്ട് അവിടെ പായ വിരിച്ചിരിക്കേണ്ടായിരുന്നു. പിന്നെ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് KFC കഴിക്കാനായിരുന്നു. എന്തൊരു ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ 50% ഡിസ്കൗണ്ട് കിട്ടുന്ന ഇവിടുത്തെ ഏതൊരു ഫുഡ് ഡെലിവറി ആപ്പിൽ. പക്ഷേ എന്തോ നമുക്കത് ചെയ്തിട്ട് ശരിയായില്ല. അപ്പോൾ പിന്നെ നമ്മളത് വിട്ടു. പിന്നെ നമ്മൾ മന്തി കഴിക്കാൻ വെച്ചിട്ട് പിന്നെ മന്തി ഓർഡർ ചെയ്യാണ്ടായിരുന്നത്. ഈ പാർക്കൊക്കെ ഒരു 10 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള പാർക്കൊക്കെ 10 മണിയാകുമ്പോൾ തന്നെ ക്ലോസ് ചെയ്യും. അതിൻ്റെ കൂടുതലൊന്നും ടൈം ഇവിടെ ഓപ്പൺ ആക്കി വെക്കൂല. അപ്പോൾ 10 മണിയാകുമ്പോൾ ഫുൾ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്യും കേട്ടോ. അപ്പോൾ അപ്പുറത്തെ ഇതിൽ ഗ്രൗണ്ടിൽ പിന്നെ ചെക്കന്മാർ കളിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഫുട്ബോൾ ഗ്രൗണ്ട്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ നേരം നമ്മൾ ഹാമി ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മോന് കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ മക്കൾക്ക് ഇങ്ങനെ ആപ്പിളും ഇങ്ങനെ കുറച്ച് ചില്ലറ സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരതൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ നടക്കുന്നൊരു ട്രാക്കാണ്. അപ്പോൾ എനിക്കിങ്ങനെ നടക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെയും വെച്ചിട്ട് എന്തായാലും ശരിയാവില്ല. ഒന്നെങ്കിൽ ഞാൻ എണീക്കുമ്പോൾ ഇവർ എൻ്റെ കൂടെ എണീക്കും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട, പിന്നെ ഇവരെ കൂടെ തന്നെ നടക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ കറക്റ്റ് 10 മണിയായപ്പോൾ അവിടെ ലൈറ്റ്സൊക്കെ ഓഫാക്കിയിട്ടോ. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചിട്ട് നമ്മൾ വേഗം ലൈറ്റ്സ് ഓഫാക്കിയാലും പിന്നെ 1 മണിക്കൂറൊക്കെ അവിടെ ആളുണ്ടാകും. എന്നാലും നമ്മൾ വേഗം പോകുന്നു. അപ്പോഴേക്കും നമ്മൾ മന്തി ഓർഡർ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു നമ്മൾ വീട്ടിൽ പോയിട്ട് ഇനി മന്തി കഴിക്കാമെന്ന്. അപ്പോൾ നമ്മൾ അവിടുന്ന് വേഗം പിന്നെ പോരുകയുണ്ടായത്. അപ്പോൾ ആദ്യം വിചാരിച്ചത് ഇവിടെ പാർക്കിലിരുന്ന് കഴിക്കാൻ വെച്ചിട്ടാട്ടോ ഓർഡർ ആക്കിയത് ഇങ്ങോട്ടേക്ക്. പക്ഷേ ഇത്ര പെട്ടെന്ന് 10 മണി ആയത് ആരും ആലോചിച്ചില്ല, ടൈം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറേ നേരം മറ്റേ 50% ഡിസ്കൗണ്ട് ഉള്ളത് നോക്കിയിരുന്ന് അങ്ങനെ ടൈം പോയതാണ്. ഏതായാലും വീട്ടിൽ നിന്ന് കഴിക്കാൻ വെച്ചിട്ട് പിന്നെ ഏതായാലും ടൈം ആയില്ലേ. പിന്നെ ഇപ്പം നല്ല തണുപ്പുണ്ട് ഈവനിങ്ങിലൊക്കെ. ഇപ്പോൾ കുട്ടികളെയും കൊണ്ട് ഒരുപാട് നേരം പുറത്ത് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ വേഗം വീട്ടിൽ പോയി ഫുഡ് കഴിക്കേണ്ടായത്. അപ്പോൾ ഇനിയുള്ള വീഡിയോ നമ്മൾ December 31 എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും വെടിക്കെട്ട് കാണാൻ എവിടെയെങ്കിലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ ഫുജേറ പോകാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ നമ്മൾ വിചാരിച്ചു അത്ര ലോങ് പോവേണ്ട, പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു ഇതേമാതിരി ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് തന്നെ വരണ്ടേ.
അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ഇവിടെ അടുത്ത് തന്നെ എവിടെയെങ്കിലും പിന്നെ നമ്മുടെ ഫെസ്റ്റിവൽ സിറ്റി പിന്നെ നമ്മുടെ ബുർജ് ഖലീഫൻ്റെ ആ ഭാഗം അവിടെയൊക്കെ നല്ല റഷായിരിക്കും. മക്കളെയൊന്നും വെച്ചിട്ട് നമുക്ക് അങ്ങനെ പോകുക പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഒറ്റയ്ക്കുള്ള പോലെ അല്ലല്ലോ. അപ്പോഴൊക്കെ ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ വെടിക്കെട്ട്. അത് പിന്നെ വേറെ രാജ്യത്തിൻ്റെ ന്യൂ ഇയറിൻ്റെ ടൈം ആകുമ്പോൾ ഓരോ രാജ്യത്തിൻ്റെ സമയത്തും ഇവിടെ ഇങ്ങനെ വെടിക്കെട്ട് ഉണ്ടാകും. അപ്പോൾ നമ്മളിങ്ങനെ എവിടേക്കാണ് പോവേണ്ടത്, ഏത് ഗ്രൗണ്ടിലേക്കാണ് പോവേണ്ടത് എന്നിങ്ങനെ അറിയാതെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ വണ്ടി നിർത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും കയറി നോക്കിയപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ഫെസ്റ്റിവൽ സിറ്റിൻ്റെ അവിടെയുള്ളൊക്കെ ഫുള്ള് ഒരുപാട് സ്ഥലത്തെ വ്യൂ കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും അവിടെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പായും സാധനങ്ങളൊക്കെ കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം മാഗി വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതേപോലെ ബുൾസൈ അടിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ടാട്ടോ പോയത്. അപ്പോൾ എന്തായാലും പിന്നെ അവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ അവിടെ ഇഷ്ടം പോലെ നമ്മളെ ആദ്യത്തെ ടീംസ് ഉണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ ബുൾസൈ അടിച്ച് കഴിക്കലും കട്ടൻ ചായ കുടിക്കലും ഒക്കെ ആയിട്ട് പിന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ആയിട്ട് നല്ല തണുപ്പ് ഭയങ്കരമായിട്ട് അധികമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് ഏതായാലും ഈ ഒരു സെക്ടർ വാങ്ങിയത് മുതലായിട്ടുണ്ട്. അവർ അത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താ പറയുക അവരിടാൻ സമ്മതിക്കുമെന്ന്. അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ എന്താ അറിയില്ല, അവർ തണുപ്പത്തിട്ട് കൊടുക്കുമ്പോൾ അവർ അങ്ങനെ അത് ഊരിക്കളയാൻ വേണ്ടിയിട്ടൊന്നും അങ്ങനെയുള്ളതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ബുൾസയും കട്ടൻ ചായയും പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു, ബ്രെഡൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ആദ്യത്തെ ഒരു സെക്ഷൻ അങ്ങനെ തീർത്തു. പിന്നെ നമ്മൾ വെടിക്കെട്ടിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം കറക്റ്റ് 12 മണിയായപ്പോൾ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നിടത്തുനിന്ന് ഇങ്ങനെ കൗണ്ട് ഡൗൺ തുടങ്ങിയ സമയത്ത് തന്നെ എല്ലാവരും അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്ര വിട്ടെന്ന് കാണുന്നതുകൊണ്ട് നമുക്കൊക്കെ നല്ല ഭംഗിക്ക് വൃത്തിയിൽ കാണാം കേട്ടോ. അവിടെ തൊട്ടടുത്തുനിന്ന് കാണുന്നവർക്ക് ഇത്ര ഇതിൽ ഉയരത്തിൽ ഇങ്ങനെ ഇതാകുമ്പോൾ കാണാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെ വിട്ടുനിന്ന് കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ കാണാം. ശരിക്കും ഇങ്ങനെ ഞാൻ വിചാരിക്കുക എനിക്ക് പണ്ടൊന്നും ഇങ്ങനെ വീഡിയോ എടുക്കാൻ വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ വീഡിയോ എടുക്കുന്നതിനെക്കാട്ടും നമ്മളത് കണ്ണുകൊണ്ട് വേറെ ഒരു ഇതൊന്നും ഇല്ലാതെ കണ്ണുകൊണ്ട് കണ്ട് ഇങ്ങനെ ആസ്വദിക്കണം. അതാണ് അതിൻ്റെ ഒരു ഭംഗി. പക്ഷെ നമുക്കിപ്പോൾ വീഡിയോ എടുത്താലല്ലേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന ഉത്തരവാദിത്വം എന്തായാലും എനിക്കുണ്ടല്ലോ. അപ്പോൾ ഞാൻ വീഡിയോ അവിടെ ഓണാക്കി കറക്റ്റ് ഇങ്ങനെ കൈ ഷേക്ക് ചെയ്യാതെ വെക്കുകയും ചെയ്യും. ഞാൻ എന്നിട്ട് ക്യാമറേൻ്റെ ഉള്ളിലൂടെ അല്ലാതെ പുറത്തേക്കൂടെ നോക്കും. നമ്മൾ എന്ത് ഇങ്ങനെ കാഴ്ചകൾ ഭംഗിയുള്ള കാഴ്ചകൾ കാണുകയാണെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ശരിക്കും നമ്മൾ ക്യാമറ കണ്ണിലൂടെ കാണുന്നതിനെക്കാട്ടിയും ഭംഗി നമ്മുടെ കണ്ണിലൂടെ കാണുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ക്യാമറയിലൂടെ കാണിച്ചു തരാൻ പറ്റില്ല. ചില നാച്ചുറൽ പ്ലേസൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാറില്ലേ. നമ്മൾ റിയലായിട്ട് കാണുന്ന ആ ഒരു ഭംഗി ചിലപ്പോൾ നമുക്ക് ക്യാമറയിൽ കിട്ടണമെന്നില്ല. അപ്പോൾ അതിങ്ങനെ ഒരു 5 മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ പൊട്ടൽ. അപ്പോൾ നമ്മൾ പിന്നെ കുറേ നേരം വീഡിയോ എടുത്തു. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു 2-3 സ്ഥലത്തെ പൊട്ടലും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ കാണാം കേട്ടോ. എന്തായാലും നല്ലൊരു ന്യൂ ഇയറിൻ്റെ തുടക്കമായിരുന്നു. ഇവിടെ പിന്നെ എല്ലാവരും ഇങ്ങനെ ഈ ഒരു വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ പലരും പല ഡെസ്റ്റിനേഷനായിട്ട് പിടിച്ച് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ദൂരത്തേക്ക് പോകേണ്ട വെച്ചിട്ടാണ് ഇവിടെ തന്നെ. പിന്നെ ഒരുപാട് റഷുള്ള ഏരിയ നമുക്ക് പറ്റില്ല. അങ്ങനെ പിന്നെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ സമയത്ത് ഒരുവിധ ആൾക്കാരൊക്കെ അവിടുന്ന് പോയി കേട്ടോ. പിന്നെ നല്ല തണുപ്പായി വരുന്നുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു ചെറിയൊരു റോഡാണ്. പക്ഷെ അതിലങ്ങനെ ഇപ്പം അങ്ങനെ ഒരുപാട് വണ്ടികൾ പോകുന്നതല്ല. പക്ഷേ അവിടെയാണ് ഇപ്പോൾ നമ്മളൊക്കെ പായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് ആളുകൾ ഇത് കഴിഞ്ഞപ്പോൾ വെടിക്കെട്ട് കഴിഞ്ഞപ്പോൾ പോയി. നമ്മൾ പിന്നെ എന്തായാലും മാഗിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എന്തൊക്കെയോ ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു. കുറച്ച് നേരം അതിൻ്റെ വീഡിയോസും ഒക്കെ എടുത്തു. ഇങ്ങനെ ചിത്രശലഭം പിന്നെ ബേർഡ് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ മാറി എനിക്കൊന്ന് അതൊക്കെ പിന്നെ അടുത്തുനിന്ന് കാണുന്നതാവും കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക. നമ്മൾ ഇങ്ങോട്ട് വിട്ടുനിന്ന് കാണുമ്പോൾ അതിൻ്റെ ഒന്നും ക്ലാരിറ്റി നമുക്ക് അത്ര എഫക്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ മാഗി നമ്മൾ വെള്ളമൊക്കെ വെച്ച് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കിങ്ങിൻ്റെ ഒക്കെ ഫുള്ള് കാക്ക തന്നെയായിരുന്നു. പിന്നെ അപ്പോൾ നമ്മൾ മാറി നിർത്താൻ മതിയൊക്കെ പിന്നെ കാക്ക തന്നെ ചെയ്തോളൂ. നമ്മളെപ്പോഴും ഇവിടെ കറി ഫ്ലേവറായിട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇവിടുത്തെ ഈ മാഗി കറി ഫ്ലേവർ. നല്ല എരിവൊക്കെ ഉണ്ടായിട്ട് നമ്മൾ നാട്ടുകാർക്ക് പറ്റുന്ന ഒരു ടേസ്റ്റാണ്.
അപ്പോഴേക്കും എൻ്റെ നെയ്ഹമോളും ഉറങ്ങി. പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ച് നല്ല തണുപ്പ്, സഹിക്കാൻ പറ്റാത്ത തണുപ്പായി. പിന്നെ നമ്മൾ അവിടുന്ന് വേഗം സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കി പോവാന്നുള്ള എന്താ പറയുക അങ്ങനത്തെ ഒരു ഇതിനൊക്കെ ആയിട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ 3 മക്കളും ഉണ്ടല്ലോ. അപ്പോൾ സാധനങ്ങളും മക്കളെയൊക്കെ കൊണ്ട് നമ്മൾ വേഗം വണ്ടി കയറി. അപ്പോൾ പിന്നെ അവിടുന്ന് വേഗം പോന്നു കേട്ടോ. പിന്നെ പുറത്തൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എല്ലായിടത്തും ലൈറ്റ്സും കാര്യങ്ങളും. പിന്നെ എല്ലാവരും പുറത്തായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള തിരക്ക് എന്തായാലും റോട്ടിൽ ഉണ്ടാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ആരും ഇങ്ങനെ വീട്ടിൽ നിൽക്കൂലല്ലോ. നാട്ടിൽ ഈ സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ മൂടി പൊതിച്ച് കിടന്നുറങ്ങുന്ന ആളോ 10 മണിയാകുമ്പോൾ കിടന്നുറങ്ങും. പെരുന്നാളായാലും നോമ്പായാലും എന്താ പറയുക ന്യൂ ഇയർ ആയാലും എന്തെന്നെ ആയാലും നമ്മൾ 10 മണിയാകുമ്പോൾ ഉറങ്ങും. പിന്നെ രാവിലെ എണീക്കുള്ളൂ. അങ്ങനെ പുറത്തു പോക്കൊന്നുമില്ല. പക്ഷേ ഇവിടെ എത്തിയതിൻ്റെ ശേഷം കേട്ടോ ഞാനിങ്ങനെ ഇപ്പോൾ ഈ 2 ലാസ്റ്റ് ന്യൂ ഇയറും മാത്രമാണ് ഞാനിപ്പം ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ന്യൂ ഇയറിന് മാത്രമാണ് ഞാൻ ഈ ടൈമിലൊക്കെ പുറത്തുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാനിതൊക്കെ ആഘോഷിക്കാൻ തുടങ്ങിയത്. ഏതായാലും അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.